അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 18 തിങ്കളാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയയുടെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ ദേശീയ പുരസ്കാരം നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിൽ നിന്നും ഏറ്റുവാങ്ങി. 1969 എലിസബത്ത് രാജ്ഞിക്ക് നൽകിയ ശേഷം ഈ പുരസ്കാരത്തിന് അർഹനാകുന്ന വിദേശ നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി. മോദിക്ക് ലഭിക്കുന്ന 17ാമത്തെ രാജ്യാന്തര പുരസ്കാരമാണ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിനിടെ ബിജെപിക്ക് തിരിച്ചടിയായി നാഷണൽ പീപ്പിൾസ് പാർട്ടി NDA സഖ്യം വിട്ടു. സംസ്ഥാന സർക്കാരിനുള്ള പിന്തുണ NPP പിൻവലിച്ചു. ഇക്കാര്യം അറിയിച്ച് NPP BJP അധ്യക്ഷൻ JP നദ്ദയ്ക്ക് കത്ത് നൽകി. മണിപ്പൂരിൽ വംശീയ കലാപം നിയന്ത്രിക്കുന്നതിൽ BJP സർക്കാർ പരാജയമാണെന്ന് NPP അധ്യക്ഷനും മേഘാലയ മുഖ്യമന്ത്രിയുമായ കോൺറാഡ് സാങ്മ പറഞ്ഞു. മണിപ്പൂർ കലാപം അതിരൂക്ഷമായി തുടരുന്നതിനിടെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വീണ്ടും യോഗം വിളിച്ചു. ഇന്ന് 12 മണിക്ക് ഡൽഹിയിലാകും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ അമിത്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സാഹചര്യം വിലയിരുത്താൻ ഇന്ന് വീണ്ടും യോഗം വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കടക്കം അക്രമം വ്യാപിച്ചതോടെ മണിപ്പൂർ കലാപത്തിൽ ശക്തമായി ഇടപെടാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. കാണാതായ കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് കലാപം രൂക്ഷമായത്. കലാപവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം NIAക്ക് കൈമാറാനാണ് പോലീസിന് നിർദ്ദേശം. വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയിലും വാദ്രയിലും ഇന്നലെ നടത്തേണ്ടിയിരുന്ന റാലികൾ റദ്ദാക്കിയാണ് അമിത്ഷാ ഡൽഹിയിൽ തുടരുന്നത്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പാണക്കാട് വീട്ടിലെത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദീപിനെ സ്വീകരിച്ചു. കൊടപ്പനക്കൽ തറവാട്ടിൽ തനിക്ക് വലിയൊരു കസേരയാണ് കിട്ടിയതെന്നും ഇരിക്കുന്ന കസേരയുടെ മഹാത്മ്യം അറിയാതെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ തനിക്കെതിരെ ആരോപണങ്ങൾ തുടരുന്നതെന്നും സന്ദീപ് പറഞ്ഞു. KPCC ആവശ്യപ്പെട്ട പ്രകാരമാണ് സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് പോയതെന്ന് K സുധാകരൻ. മുന്നണിയിൽ വരുമ്പോൾ മുസ്ലിം ലീഗിനെ കൂടി ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ദ്രോഹമാകുമോ എന്ന് പരിശോധിച്ചിരുന്നു. എന്നാൽ സന്ദീപ് വാര്യരുടെ വരവ് ഗുണമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്ദീപ് വാര്യർ പാണക്കാട് പോകുന്നു എന്ന വാർത്ത കണ്ടപ്പോൾ ബാബറി മസ്ജിദ് തകർത്ത ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1991 ഒറ്റപ്പാലത്ത് കോൺഗ്രസും ലീഗും BJPയും ചേർന്ന് കോൺഗ്രസ് ലീഗ് BJP സഖ്യമായി മത്സരിച്ചു എന്ന ആക്ഷേപമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. സന്ദീപ് എന്തായിരുന്നു എന്ന് ലീഗ് അണികൾക്കും അറിയാമല്ലോ എന്നും അവരിലുള്ള അമർഷവും പ്രതിഷേധവും ശമിപ്പിക്കാൻ പാണക്കാട് പോയി വർത്തമാനം പറഞ്ഞാൽ തീരുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്ന ആളാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യർ BJP വിട്ടപ്പോൾ CPMൽ കൂട്ടക്കരച്ചിലാണെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വരെ പ്രയാസത്തിലാണെന്നും കുഞ്ഞാലിക്കുട്ടി. പാണക്കാട് തങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അധികാരമുള്ള മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അധികാരമില്ലാത്ത പാണക്കാട് തങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അതിൽ മുഖ്യമന്ത്രിക്കും CPMനും അമ്പരപ്പാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം അദ്ദേഹത്തിന്റെ ഗതികേടിന്റെ ഉദാഹരണമാണെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ് സന്ദീപ് വാര്യരുടെ വരവെന്ന് മന്ത്രി MB രാജേഷ്. വിഷം ചീറ്റിയാളെ ഞങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും പാണക്കാട് സന്ദർശനം പരിഹാസ്യമായ നാടകമാണെന്നും MB രാജേഷ് പറഞ്ഞു. സന്ദീപ് RSSനെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ എന്നും സവർക്കറെ തള്ളിപ്പറയുമോ എന്നും രാജേഷ് ചോദിച്ചു. RSS കോൺഗ്രസിലേക്ക് നിയോഗിച്ച ഏജന്റാണ് സന്ദീപ് വാര്യരെന്നും മന്ത്രി പറഞ്ഞു. അപ്പം കൊടുത്ത് പിണ്ണാക്ക് വാങ്ങിയ അവസ്ഥയായി കോൺഗ്രസിനെന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. UDF RSS അവിശുദ്ധ ബന്ധത്തിലുള്ള പാലമാണ് സന്ദീപ് വാര്യരെന്നും KPCC ഓഫീസിനുള്ളിൽ ഇനി RSS ശാഖ തുടങ്ങാമെന്നും അദ്ദേഹം പറഞ്ഞു.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം കിട്ടിയില്ലെങ്കിൽ സ്നേഹത്തിന്റെ കട വിടരുതെന്ന് കെ മുരളീധരൻ വരെ സന്ദീപിനോട് പറഞ്ഞു കഴിഞ്ഞുവെന്നും ബാലൻ കൂട്ടിച്ചേർത്തു. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സന്ദീപ് വാര്യരുടെ വരവിനെ എതിർത്തതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഒന്നാമത്തേത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതിനാണെന്നും രണ്ട് ഗാന്ധി വധത്തെക്കുറിച്ച് പറഞ്ഞതിനുമാണെന്നും അല്ലാതെ സന്ദീപ് വാര്യരുമായി തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നായപ്പോൾ കോൺഗ്രസ് വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കണ്ടതിനെക്കുറിച്ച് വി ഡി സതീശന് മറുപടിയില്ലെന്നും വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. കോൺഗ്രസ് ഓഫീസ് നിറയെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തന്റെ സന്ദർശനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ വിമർശിച്ചത് ദൌർഭാഗ്യകരമാണെന്ന് സന്ദീപ് വാര്യർ. പാലക്കാട് സിപിഎം ബിജെപി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ താൻ സിപിഎമ്മിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പറഞ്ഞു. ഇനി ബിജെപിയെ വിമർശിക്കാനില്ലെന്നും താൻ തലിയാൽ അത് നന്നാവില്ലെന്നും രമ്യ ചേലക്കരയിൽ പാട്ടും പാടി ജയിക്കുമെന്നും പാലക്കാട്ടെ നായകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി. സീപ്ലെയിൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി. സീപ്ലെയിൻ വിഷയം മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്നും ചർച്ച ചെയ്യുന്നതുവരെ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. CITU AITUC നേതാക്കളടക്കം പങ്കെടുത്ത യോഗത്തിലാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നിലപാട് വ്യക്തമാക്കിയത്. വയനാട് ദുരന്തത്തിൽ ധനസഹായം നിശ്ചയിക്കാനുള്ള ഉന്നതാധികാര സമിതി യോഗം ചേരാൻ ഇനിയും വൈകുമെന്ന് സൂചന. പുനരധിവാസത്തിനുള്ള സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ സംസ്ഥാനം ഇനിയും കൈമാറാത്ത സാഹചര്യത്തിലാണ് നടപടികൾ നീളുന്നത്. വയനാട്ടിൽ സ്ഥലമേറ്റെടുക്കുന്നതിലെ കാലതാമസം കോടതിയിലടക്കം സാങ്കേതിക തടസ്സമായി കേന്ദ്രം ഉന്നയിച്ചേക്കും. ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർ അയ്യപ്പന്റെ പൂങ്കാവനത്തിന്റെ പരിശുദ്ധി കൂടി കാത്തുസൂക്ഷിക്കണമെന്ന് തന്ത്രി കണ്ഠരര് രാജീവര്. പരിസ്ഥിതിക്കും ആചാരത്തിന് വിരുദ്ധമായ പല ഉൽപ്പന്നങ്ങളും ഇരുമുടിക്കെട്ടിൽ കരുതുന്നത് ഉപേക്ഷിക്കണമെന്നും തന്ത്രി പറഞ്ഞു. മാളികപ്പുറത്തും ചില തെറ്റായ പ്രവണതകൾ തുടരുന്നത് ഭക്തർ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായമൊരുക്കാൻ ശബരിമല പാതയിൽ കനിവ് 108ന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ കൂടി വിന്യസിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന്റെയും കനിവ് 108ന്റെയും ആംബുലൻസുകൾക്ക് പുറമെയാണ് ഈ യൂണിറ്റുകൾ കൂടി സജ്ജമാക്കിയിരിക്കുന്നത്. സുസജ്ജമായ ആശുപത്രികൾക്ക് പുറമെ പമ്പ മുതൽ സന്നിധാനം വരെയും കാനനപാതയിലുമായി ആകെ 19 എമർജൻസി മെഡിക്കൽ സെന്ററുകൾ, ഓക്സിജൻ പാർലറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് കോഴിക്കോട്ട് നടത്തിയ ഹർത്താലിനിടെ സംഘർഷം. ഹർത്താൽ അനുകൂലികൾ സ്വകാര്യ ബസ്സുകൾ തടയുകയും കടകൾ നിർബന്ധിച്ച് അടപ്പിക്കുകയും ചെയ്തു. ബസ് ജീവനക്കാരും കടയുടമകളും സമര അനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ നടത്തിയത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവ സംഘം തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എറണാകുളം കുണ്ടന്നൂർ പാലത്തിന് താഴെ നിന്നും പിടിയിലായ സന്തോഷ് സെൽവൻ കുറുവ സംഘാംഗമാണെന്നും ഇയാളാണ് മണ്ണഞ്ചേരിയിലെത്തിയതെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു വ്യക്തമാക്കി. കുറുവ സംഘത്തിൽപ്പെട്ട 14 പേരാണ് കേരളത്തിലെത്തിയതെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എറണാകുളം കുണ്ടന്നൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത സന്തോഷ് സെൽവത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. രാത്രികാല പെട്രോളിംഗിന് പുറമെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇനി നടത്തും. സൌദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചന കേസിൽ ഇന്നലെയും മോചന ഉത്തരവ് ഉണ്ടായില്ല. സിറ്റിംഗ് പൂർത്തിയായെങ്കിലും വിധി പറയൽ 2 ആഴ്ചയ്ക്ക് ശേഷമെന്ന് കോടതി അറിയിച്ചു. കഴിഞ്ഞ മാസം 21-ന് നടന്ന സിറ്റിംഗിലാണ് കേസ് ഇന്നലെ പരിഗണിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് നീളാൻ ഇടയാക്കിയത് കേസിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച സത്യവാങ്മൂലമാണെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനയ്ക്ക് കോടതി തീരുമാനിക്കുകയായിരുന്നു. മകനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്നും ഇനിയും കാത്തിരിക്കാൻ വയ്യെന്നും അബ്ദുൾ റഹീമിന്റെ മാതാവ് ഫാത്തിമ. വലിയ പ്രതീക്ഷയിലായിരുന്നെന്ന് സഹോദരൻ നസീറും പ്രതികരിച്ചു.
മോചനം നീണ്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ലെന്നും കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും സഹോദരൻ വ്യക്തമാക്കി. സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് കേൾക്കാൻ കോടതി ഡിസംബർ 8 ഞായറാഴ്ച രാവിലെ 9:30 സമയം നൽകിയതായി റിയാദ് റഹീം സഹായ സമിതി അറിയിച്ചു. കേസ് 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയതോടെ റഹീമിന്റെ ജയിൽ മോചനം ഇനിയും വൈകും. ഇന്നലെ അനുകൂല വിധിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ച കോടതി പരാമർശങ്ങൾ എല്ലാം പഠിച്ച ശേഷമായിരിക്കും ഡിസംബർ 8 കോടതിയിലെത്തുകയെന്ന് റഹീമിന്റെ അഭിഭാഷകർ അറിയിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മംഗളൂരുവിലെ സ്വകാര്യ ബീച്ച് റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ 3 യുവതികൾ മുങ്ങിമരിച്ചു. മൈസൂർ സ്വദേശികളായ MD നിഷിത, S പാർവതി, N കീർത്തന എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 10:30 സംഭവം. നീന്തൽക്കുളത്തിലിറങ്ങിയപ്പോൾ യുവതികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. മന്ത്രി കൈലാഷ് ഗെലോട്ട് ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. അരവിന്ദ് കെജ്രിവാളിനാണ് ഗതാഗത മന്ത്രിയായ ഗെലോട്ട് രാജിക്കത്ത് നൽകിയത്. AAPക്കും കെജ്രിവാളിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് രാജിക്കത്ത്. കെജ്രിവാളിന്റെ വസതി കോടികൾ മുടക്കി നവീകരിച്ചതിന് എതിരായ പരാതികൾ ആം ആദ്മി പാർട്ടി ജനങ്ങൾക്കൊപ്പം തന്നെയാണോ എന്ന സംശയം ഉണ്ടാക്കിയെന്നും യമുന നദി ശുചിയാക്കാത്തത് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയില്ല എന്നതിന് തെളിവാണെന്നും സ്വന്തം അജണ്ടകളാണ് AAPയിൽ ഇപ്പോൾ നടപ്പാക്കുന്നതെന്നും ഗെലോട്ട് വ്യക്തമാക്കി. തെലുങ്കർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ നടിയും BJP അനുഭാവിയുമായ കസ്തൂരിയെ ഈ മാസം 29 വരെ റിമാൻഡ് ചെയ്തു. നടിയെ ജയിലിലേക്ക് മാറ്റും. രാഷ്ട്രീയ അരാജകത്വം അവസാനിക്കട്ടെയെന്നായിരുന്നു കോടതിയിലെത്തിച്ചപ്പോൾ കസ്തൂരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. UPയിലെ ഝാൻസി മെഡിക്കൽ കോളേജിൽ 10 നവജാത ശിശുക്കൾ വെന്തുമരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. 10 കുട്ടികളെ കിടത്താവുന്ന ICUവിൽ കിടത്തിയത് 50-ലധികം കുട്ടികളെയായിരുന്നു. UP സർക്കാർ നിയോഗിച്ച കമ്മീഷൻ 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം. ഉത്തർപ്രദേശ് ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മിഭായ് മെഡിക്കൽ കോളേജിൽ 10 നവജാത ശിശുക്കൾ വെന്തുമരിച്ച സംഭവത്തിന് കാരണമായ തീപിടുത്തത്തിന് വഴിവെച്ചത് സ്വിച്ച് ബോർഡിലെ ഷോർട്ട് സർക്യൂട്ടാണെന്ന് സർക്കാർ നിയോഗിച്ച 2-അംഗ അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയോ അശ്രദ്ധയോ ഒന്നും തന്നെയില്ലെന്നും അതിനാൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. മധ്യ ബൈറൂത്തിൽ ഇന്നലെയുണ്ടായ ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത്. സിറിയൻ ബാത്ത് പാർട്ടിയുടെ ലെബനനിലെ റാസ് അൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ മീഡിയ ഓഫീസ് അഫീഫിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. റഷ്യയ്ക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈന് മേൽ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി US പ്രസിഡന്റ് ജോ ബൈഡൻ. വരുന്ന ദിവസങ്ങളിൽ റഷ്യയ്ക്കെതിരെ ആദ്യമായി ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് USന്റെ നിലപാട് മാറ്റം. പശ്ചിമ റഷ്യയിലെ കസ്ക് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ ഉത്തര കൊറിയൻ സംയുക്ത സേനയെയാകും യുക്രൈൻ ആദ്യഘട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഓസ്ട്രേലിയയ്ക്കെതിരായ ബോർഡർ ഗാവസ്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം ടെസ്റ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കളിക്കില്ല. രോഹിതിന്റെ ഭാര്യ ഋതിക വെള്ളിയാഴ്ചയാണ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഇതിനെ തുടർന്നാണ് രോഹിത് നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത്. ടെസ്റ്റ് പരമ്പരയിലെ 2-ാം മത്സരം മുതലാണ് രോഹിത് ടീമിനൊപ്പം ചേരുക. രോഹിതിന് പകരം പെർത്ത് ടെസ്റ്റിൽ വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ ടീമിനെ നയിക്കും. നവംബർ 22 പെർത്തിലെ ഓപ്റ്റസ് സ്റ്റേഡിയത്തിലാണ് 1-ാം ടെസ്റ്റ്. 2-ാം ടെസ്റ്റ് ഡിസംബർ 4 മുതൽ അഡ്ലൈഡിൽ ആരംഭിക്കും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.